ഒരു സ്ത്രീ കുട്ടിയെപ്പോലെ പെരുമാറുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെയായിരിക്കും. മാനസികമായി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയെയാണ് ഒരു സ്ത്രീ പ്രണയിക്കുന്നത്. ഒരു പുരുഷൻ്റെ സൗന്ദര്യത്തേക്കാൾ അവൻ്റെ ആത്മവിശ്വാസത്തിലാണ് സ്ത്രീകൾക്ക് താൽപ്പര്യം. മറ്റൊരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു പ്രണയിനിക്ക് ദേഷ്യം തോന്നുന്ന കാര്യമാണ്. ഒരു പുരുഷൻ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ: നിങ്ങൾക്ക് മുൻഗണന നൽകുന്നു, നിങ്ങളെ കേൾക്കുന്നു, നിങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നു, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും ചെയ്യുന്നു. അതുപോലെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവർക്കുള്ളിൽ ഉണ്ടാവുന്നു. അത്രമേൽ ആഴത്തിൽ ഹൃദയം മുറിവേറ്റതിൽ പിന്നെയും മനുഷ്യനെ വീണ്ടും ഭ്രാന്തമായി അടിമയാക്കാൻ കഴിയുന്ന എന്തോ ഒരു വശതസ് സ്നേഹത്തിനുമേൽ ഉണ്ടായിരുന്നതുകൊണ്ടാകാം. ഇടവപ്പാതിയിലെ ഇടമുറിഞ്ഞു താളം തെറ്റിയ മഴ പെയ്ത പോലെ, ചിതറിയ ചില്ലുകഷ്ണങ്ങളെ ചേർത്തുവെക്കുന്നത് പോലെ, ഹൃദയത്തെ വിളക്കി ചേർത്തുകൊണ്ട് പുഞ്ചിരിയോടെ മുന്നോട്ട് നീങ്ങുന്നതും അദൃശ്യമായി സ്നേഹത്തിൻ്റെ കരങ്ങൾ ജീവനിൽ പുൽകുന്നതും കൊണ്ടുമാവാം. വളരെ ആകർഷകമായ സ്ത്രീകളോട് സംസാരിക്കാൻ പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടാണ്. എപ്പോഴും സത്യസന്ധരാണെന്ന് പറയുന്ന ആളുകൾ ഒരുപക്ഷെ സത്യം പറയില്ല. ആൺകുട്ടികൾ സാധാരണയായി ഇഷ്ടമുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ വളരെയധികം ശബ്ദം താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. പുരുഷന്മാർക്ക് അതുപോലെ തന്നെ മുൻ തലമുറകളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടാവാറില്ല. വിവേകം താനെ വരില്ല. പ്രയത്നിക്കണം, ധാരാളം വായിക്കണം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് വിദ്യാർത്ഥമായ സേവനത്തിന്. എപ്പോഴും ഈശ്വരാനുഗ്രഹമുണ്ടാകും. നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ മാത്രം. ശരീരം വെറും ജഡം. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ: അല്ല, നമ്മളെക്കൊണ്ട് കഴിയും, മാറ്റം ഉണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരു പക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരുടെ എതിർപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഒരു മനുഷ്യൻ അവൻ്റെ ചിന്തകളുടെയും അവൻ എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്നതിൻ്റെയും ഫലമാണ്. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ്. അവയുടെ സമീപനങ്ങൾ മാത്രമാണ് വ്യത്യാസം. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കഷ്ണങ്ങൾ അല്ല, ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത്. സൗമ്യമായ രീതിയിൽ നിങ്ങൾക്ക് ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കാൻ കഴിയുന്നതാണ്. ആരൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും നമ്മൾ എന്ന് പറഞ്ഞ ഒരു സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ കാൽ ഉറപ്പിച്ചു നിൽക്കുന്ന സ്ഥലം, നമ്മുടെ ആലോചനകളുടെ സ്പേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ അവിടെ ഒറ്റക്കാണ്. അവിടെ നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ ടോക്സിക് ആണെന്നുള്ളതിൻ്റെ സൂചനകൾ: നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും ക്ഷമ ചോദിക്കുന്നത്, നിങ്ങളോട് മോശമായി പെരുമാറിയവരുമായി സൗഹൃദം തുടരുന്നത്, മെസ്സേജ് വന്നില്ലെങ്കിലും ഫോൺ ചെക്ക് ചെയ്യുന്നത്, മറ്റുള്ളവരുമായി നിങ്ങളെ കമ്പയർ ചെയ്യുന്നത്. കാലം, വയസ്സ്, നഷ്ടപ്പെട്ട വർഷങ്ങൾ, ലോകത്തിൻ്റെ തുറിച്ചുനോട്ടങ്ങൾ, ചുറ്റും പരക്കുന്ന കഥകൾ, തളർത്തുന്ന കമൻറ്റുകൾ, ഇതിനൊന്നും തകർക്കാനാവുന്നതല്ല ഒരു സ്ത്രീ എന്ന വ്യക്തിയുടെ ഇച്ഛാശക്തിയെയും. ജയിക്കാനുള്ള എന്ന് വീണ്ടും വീണ്ടും അവർ പറയാതെ പറയുമ്പോൾ അവരുടെ സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവർ എന്തു വിചാരിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നവർ. നമ്മുടെ ലൈഫിൻ്റെ ഒരു പ്രധാന പങ്ക് നമ്മൾ കളയുന്നത് അത് ആലോചിച്ചിട്ടാണ്. ബാക്കിയുള്ളവരുടെ വിചാരം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒന്നല്ല. ഒന്നും ചെയ്യാനില്ല നമുക്കതിൽ. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, തളർന്നു വീഴുമ്പോൾ, താങ്ങാനാളിൽ നിന്നും തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ
തളർന്നു പോവാതെ ഉയർത്തെഴുന്നേൽക്കുക, സ്വയം ശക്തരാവുക, എത്ര വലിയ പ്രതിസന്ധികളെയും സ്വയം തരണം ചെയ്യാൻ പ്രാപ്തരാവുക. അതത്രേ യഥാർത്ഥ അതിജീവനം. രണ്ടു ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ അവരുടെ വ്യക്തിത്വം അവരറിയാതെ മാറിയേക്കാം. ഒറ്റയ്ക്കിരിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ കരുതുന്നതിലും ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും മോശം കാര്യം സംഭവിക്കുമ്പോൾ ആളുകൾ മറ്റുള്ളവരിലേക്ക് കുറ്റം ആരോപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ബാധിക്കുന്നത് 18-നും 33-നും ഇടയിൽ പ്രായമുള്ളവരിലാണ്. യാത്ര ചെയ്യുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ഹൃദയരോഗത്തിനും വിഷാദരോഗ സാധ്യത കുറക്കുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. നമ്മുടെ ജീവിതത്തെ നമ്മുടെ നിലവാരത്തിലും ആത്മാർത്ഥതയിലും നിന്നും വിലയിരുത്താനും മനസ്സിലാക്കാനും കഴിയാത്തവരോട് സ്വന്തം ജീവിതം വെളിപ്പെടുത്തരുത്. അപഹാസ്യത്തിനു കാരണമായിത്തീരും എന്നൊരു പാഠമാണ് നാം പഠിച്ചത്. പക്ഷേ ചില പാഠങ്ങൾ നാം വളരെ വൈകിയാണ് പഠിക്കാറുള്ളത്. ജീവിതത്തിൽ ആവശ്യമായ നിയമങ്ങൾ. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നവരെ പൂർണ്ണമായും വിശ്വസിക്കരുത്. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മാത്രം സംസാരിക്കുക. കുറച്ചു സമയമെങ്കിലും ഫ്രീ ആയിരിക്കാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നുണ്ടെങ്കിൽ പുസ്തകം വായിക്കുക. തെറ്റായ സ്ഥലത്തു നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ ഒരിക്കലും അത് വിജയിക്കില്ല. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, തളർന്നു വീഴുമ്പോൾ, താങ്ങാനാളിൽ നിന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ നിന്ന് തളർന്നു പോവാതെ ഉയർത്തെഴുന്നേൽക്കുക, സ്വയം ശക്തരാവുക, എത്ര വലിയ പ്രതിസന്ധികളെയും സ്വയം തരണം ചെയ്യാൻ പ്രാപ്തരാവുക. അതത്രേ യഥാർത്ഥ അതിജീവനം. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. അല്ല, നമ്മളെക്കൊണ്ട് കഴിയും, മാറ്റമുണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരുപക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരുടെ എതിർപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലായ്പ്പോഴും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഒരു സ്ത്രീയുടെ പ്രിയപ്പെട്ടത് അവളുടെ ചുണ്ടുകളേക്കാൾ അവളുടെ കണ്ണുകളാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണം എങ്കിൽ നീങ്ങിക്കൊണ്ടിരിക്കണം. പരാജയപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യൻ പുതുതായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ലാത്തവനാണ്. ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുക, വർത്തമാനകാലത്തിൽ ജീവിക്കുക, നാളേക്കായി പ്രതീക്ഷിക്കുക. നേട്ടത്തിൻ്റെ മൂല്യം അത് നേടിയെടുക്കുന്നതിന് തന്നെയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് തിരിച്ചും നിങ്ങളെ ഇഷ്ടമുണ്ടോ എന്നറിയാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മാത്രം മതി. കാലവും പ്രായവും ഒന്നുമല്ല പ്രശ്നം. മനുഷ്യർക്ക് എന്തും നേടാനാകും. മനസ്സിൽ അത്രക്കും അതിയായ മോഹം വേണമെന്ന് മാത്രം. കാത്തിരിപ്പ് വേദനയാണ്, മറക്കുന്നതും. എന്നാൽ രണ്ടിൽ ഏതു വേണമെന്ന് തീരുമാനിക്കുന്നത് അത്രേ ഏറ്റവും വലിയ വേദന. സുഖസൗകര്യങ്ങളുടെ ലോകം വാഗ്ദാനം ചെയ്യുന്ന എന്തിൽ നിന്നും അകന്നു നിൽക്കുക. അർത്ഥം പറഞ്ഞുതരാൻ ഒരാൾ അരികിലെത്തും വരെ പ്രണയം ഒരു വാക്കുമാത്രമാണ്. നിങ്ങളുടെ മനസ്സിനോടും ആത്മാവിനോടും കൂടി സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ വിജയം. നമ്മുടെ ശരീരത്തിന് ആഹാരവും വ്യായാമവും എത്രമാത്രം പ്രധാനമാണോ അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കുക എന്നത്. മനുഷ്യർ എന്നും എപ്പോഴും എന്തിനെയെങ്കിലും കുറിച്ച് പരാതിപ്പെട്ടു കൊണ്ടിരിക്കും. സ്ത്രീകൾക്ക് ഒരു രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കുന്നത് ശരാശരി 47 മണിക്കൂറും 15 മിനിറ്റുമാണ്. നിങ്ങൾ സ്വപ്നത്തിൽ ഒരു അപരിചിതനെ കാണുകയാണെങ്കിൽ അതിനർത്ഥം അവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ടായിരിക്കും എന്നതാണ്.
മനഃശാസ്ത്ര അറിവുകൾ. ഒരു വ്യക്തി സത്യമാണ് പറയുന്നതെങ്കിൽ അവർ കൈകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ കള്ളമാണ് പറയുന്നതെങ്കിൽ അവരുടെ കൈകൾ നിശ്ചലമായിരിക്കും. ആത്മാർത്ഥമായാണ് ഒരാൾ ചിരിക്കുന്നതെങ്കിൽ അവരുടെ കണ്ണുകളുടെ അരികിൽ ചുളിവുകൾ ഉണ്ടായിരിക്കും. ആരെയെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിപ്പിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ നിൽക്കുകയും മറ്റേ വ്യക്തി ഇരിക്കുകയും വേണം. ഇത് മറ്റേ വ്യക്തിക്ക് നിങ്ങളോടുള്ള വിശ്വാസം കൂട്ടാൻ സഹായിക്കും. സ്ത്രീകൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ അവർക്ക് വല്ലാത്ത കുറ്റബോധം ഉണ്ടാവും. കുറേയധികം ഉറങ്ങും, അമിതമായി ആഹാരം കഴിക്കും, വെയിറ്റ് കൂടും. അവരുടെ രൂപത്തെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടില്ല. ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മറക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാണ്. Thanks for watching. Don't forget to subscribe.